പ്രവാസ ലോകത്തെ വാർത്തകൾ. അബുദാബിയിൽ വാടക നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത് താൽക്കാലികമായി മരവിപ്പിച്ചതായി ഉത്തരവ്. ജനങ്ങളുടെ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും മുൻനിർത്തിയാണ് അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്ററിന്റെ ഈ നടപടി. നഗരത്തിലുടനീളം വാടക നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത് താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ട് അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ ഉത്തരവിറക്കി. ജൂൺ 2-ന് ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു. നിലവിൽ മേഖലയിൽ തുടരുന്ന സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും മുൻനിർത്തിയാണ് ഈ നടപടി. നിലവിലുള്ള പാർപ്പിട, വാണിജ്യ, വ്യാവസായിക വാടക കരാറുകൾ പുതുക്കുമ്പോൾ 1 ദിർഹം പോലും വർദ്ധിപ്പിക്കാൻ പാടില്ല. മുൻപ് വാടകയ്ക്ക് നൽകിയിരുന്ന ഫ്ളാറ്റോ ഓഫീസോ പുതിയൊരാൾക്ക് വാടകയ്ക്ക് നൽകുമ്പോൾ മുൻപത്തെ കരാറിലെ അതേ തുക മാത്രമേ ഈടാക്കാൻ സാധിക്കൂ. താൽക്കാലികമായി ഏർപ്പെടുത്തിയ ഈ നിയന്ത്രണം അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിലവസരം. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ നേട്ടമായി. ഒമാനിൽ നിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ ഇന്ത്യക്കാരെ ജോലിക്ക് നിയോഗിക്കാനുള്ള അവസരം പുതിയ കരാർ വഴി ലഭ്യമായി. ഇന്ത്യൻ കമ്പനിയിലെ 20% ജീവനക്കാരെ മാത്രമേ അതേ കമ്പനിയുടെ ഒമാൻ ശാഖയിലേക്ക് മാറ്റാൻ കഴിയുമായിരുന്നുള്ളൂ. ഇത് 50%ആക്കി ഉയർത്തി. നിശ്ചിത എണ്ണം ഒമാനി പൗരന്മാരെ റിക്രൂട്ട് ചെയ്യണമെന്ന വ്യവസ്ഥയിൽ മാറ്റമില്ല. ഇതിനു പുറമെയുള്ള റിക്രൂട്ട്മെന്റിന് ഇന്ത്യൻ ജീവനക്കാർക്ക് മുൻഗണന നൽകാൻ ഇന്ത്യൻ കമ്പനികൾക്ക് കഴിയും. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ നേട്ടമാകും. ഗൾഫ് മേഖലയിൽ ഇന്ത്യയുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഒമാൻ. $1118 കോടി നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, ടൂറിസം എന്നിവയ്ക്ക് കരാർ ഗുണകരമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റൈനിൽ ജൂൺ 15 മുതൽ മധ്യാഹ്ന തൊഴിൽ നിരോധനം ഏർപ്പെടുത്തും. നിയമം ലംഘിക്കുന്ന തൊഴിലുടമകൾക്ക് തടവും കനത്ത പിഴയും നേരിടേണ്ടി വരും. വേനൽക്കാലത്തെ കടുത്ത ചൂടിൽ നിന്ന് തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്ന നിർബന്ധിത ഉച്ചവിശ്രമ നിയമം ജൂൺ 15 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരും. തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കാനാണ് നടപടി. തൊഴിലുടമകൾ ഈ നിയമം അവഗണിച്ച് തൊഴിലാളികളെ ജോലി ചെയ്യിച്ചാൽ അവർക്കെതിരെ കടുത്ത നടപടിയെടുക്കും. നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേക ഹോട്ട്ലൈൻ ഏർപ്പെടുത്തി. ഓഗസ്റ്റ് 31 വരെയാണ് മധ്യാഹ്ന തൊഴിൽ നിരോധനം ഏർപ്പെടുത്തുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെ തൊഴിലാളികളെ പുറം ജോലികൾക്ക് നിയോഗിക്കുന്നതിന് വിലക്കുണ്ട്. വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന കടുത്ത ചൂടും ഉയർന്ന ഈർപ്പവും മൂലം തൊഴിലാളികൾക്കുണ്ടാകുന്ന ചൂടേറ്റുള്ള ക്ഷീണം, സൂര്യാഘാതം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. തൊഴിലിടങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വേനൽക്കാലത്ത് സംഭവിക്കാവുന്ന തൊഴിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഈ തീരുമാനം സഹായകരമാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 2012 സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമം അനുസരിച്ച് നിയമലംഘകർക്ക് 3 മാസം വരെ തടവോ 500 മുതൽ 1000 ബഹ്റിൻ ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ലഭിക്കാം. ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾക്ക് ഇരട്ട ശിക്ഷ വരെ ലഭിക്കാമെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.